like a taunt. Never really know just what you want. With you I don't ever feel calm. ഹേ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിംഗ് വീഡിയോ കേട്ടോ. നമ്മൾ കുറേ ആയി ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് കടയ്ക്കും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പം നമ്മളൊന്ന് നെസ്റ്റോ മാറ്റി പിടിച്ചിട്ട് മന്ദൂസിലായിട്ടോ. അപ്പനായിട്ട് ഫുൾ ഷോപ്പിംഗ് ഇത് മതിയോ അത് മതിയോ എന്നൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കാര്യം പിന്നെ പറയണ്ടല്ലോ, എന്ത് കണ്ടാലും വേണ്ടി വരും. അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ തപ്പി പെരുക്കി നോക്കാം കേട്ടോ. എനിക്ക് നമ്മൾ CID മുസയിലുള്ള ആ ഒരു സീനായിട്ട് അപ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ ഈ ചില്ല് കുപ്പിയുടെ ആ ഭാഗത്ത് കൂടെ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. പിന്നെ കുറേ നല്ല ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എനിക്ക് അതിന് ഇഷ്ടപ്പെട്ട ഗ്ലാസ് ഞാൻ എടുത്ത്. ഓൾറെഡി ഒരു ഗ്ലാസ് ഉണ്ട്, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ അവിടെ ബേബീസിനൊക്കെ ഈ ഫീൽഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചീപ്പ് കുറേ എന്താ പറയുക, റൂം ഡെക്കോറൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ കരുത്ത് കേട്ടോ. പക്ഷെ ഇത് നമ്മുടെ ഇവിടുത്തെ സ്വന്തം വീടല്ലാത്തത് കൊണ്ട് അവർ പറയുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമ്മളെ കൊണ്ട് പറ്റണ പോലെയൊക്കെ നമ്മളിവിടെ വീട് നല്ല പോലെ കുറേ ദിവസമായിരിക്കുന്നു ഇങ്ങനത്തെ ഒരു ഫ്രെയിം വാങ്ങണത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഒരു ക്ലോക്കിലായിരുന്നു വീട്ടിലുണ്ടായിരുന്നു, അതിപ്പോൾ ഈ അടുത്തിട്ട് കേടായത്. അപ്പോൾ ഒരു വലിയ ക്ലോക്ക് തന്നെ അങ്ങ് വാങ്ങിച്ചു. പിന്നെ കുറച്ച് കല്ല് കണ്ടെടുത്ത് ഭയങ്കര ഇഷ്ടമായി. അല്ല ഇങ്ങനെ ആങ്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടാ. പിന്നെ ഇങ്ങനെ നടക്കുമ്പോഴോട് ആ ചോക്ലേറ്റ് സെക്ഷൻ കണ്ടത്, അത് കണ്ടാൽ പിന്നെ അതൊന്നും നോക്കാണ്ട് പോവില്ല. പക്ഷേ ഇങ്ങനത്തെ മിഠായി എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ല എന്ന് ചോദിച്ചാൽ അല്ല. നിങ്ങളതാ ഇതൊക്കെ എന്തായാലും നമ്മുടെ മുന്തിരിയുടെ ഉള്ളിലിട്ട് വെച്ചതാട്ടോ. ഷോപ്പിലുള്ള ഒരു കാര്യങ്ങൾ ഞാനാണ് അക്കൊക്കെ ഓർമ്മിച്ച് കൊടുക്കുന്നത്. പിന്നെ ഫുള്ള് ഷോപ്പിലേക്കുള്ള പരിപാടിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് അത്ര ആവശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ മേലേക്ക് പോയി. ഇനി ബാക്കി ഐറ്റംസൊക്കെ അവിടെ ആയിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് പറ്റിയില്ല, നമുക്ക് സെറ്റാവില്ല. അതൊക്കെ കുട്ടികളെ ബാഗാട്ടോ. പിന്നെ നമ്മൾ നേരെ അക്കൊക്കെ ഒരു ക്യാപ്പ് എടുക്കാൻ പോയി. നേരെ പിന്നെ സ്ലിപ്പേഴ്സ് വാങ്ങാൻ പോയിട്ടോ. ഇത് വീട്ടിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റിയ ഒരു ഇതാണ്. എനിക്ക് ഈ കാലിങ്ങനെ പൊട്ടണ ഒരു അസുഖമുണ്ട്. അപ്പോൾ ഒരു സ്ലിപ്പേഴ്സും വാങ്ങിയിട്ട് നമ്മൾ നേരെ ഡ്രസ്സ് നോക്കാൻ പോയി. 2 ഡ്രസ്സ് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചത് ഡ്രസ്സാട്ടോ. അത് നമ്മൾ ഈ എന്താ പറയുക, ഈ ആപ്പിലൊക്കെ ഞാൻ കുറേ ഓർഡർ ചെയ്തു, പക്ഷെ എനിക്ക് കുറേ പണി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ പോയതിന് ശേഷം ഇങ്ങനെ ഒരു ഡ്രസ്സ് കണ്ടു കേട്ടോ. കാരണം നെക്സ്റ്റ് അവിടെ ഒന്നും അത്ര വലിയ കളക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടെ എപ്പോഴും അങ്ങനെ വലിയ കളക്ഷൻസ് ഒന്നും ഉണ്ടാവില്ലെങ്കിലും എപ്പോഴെങ്കിലും അത് കിട്ടും. പിന്നെ അതേപോലെ നല്ല കുറേ ക്രാഫ്റ്റിൻ്റെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ആ ഭാഗത്ത് ചെല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ അങ്ങനെ നേരെ കുറേ നടന്നു കിട്ടും ഇങ്ങനെ നടന്ന്. പിന്നെ നമ്മൾ വീട്ടിലെ കിച്ചണിലും ഹോളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം ഉണ്ട്. ഇതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല, അത് വാങ്ങാൻ വേണ്ടി നിന്നായിരുന്നു കേട്ടോ. പക്ഷേ ഏത് എടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ അവിടുന്ന് ഒരു പുതിയ സുഹൃത്ത്, ഇവനെ പിന്നെ ഞാൻ ആർക്കും പരിചയപ്പെടുത്തണ്ടല്ലോ, അക്കു പറഞ്ഞ് എടുത്തോ. പക്ഷേ എനിക്ക് എന്തോ പേടി. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിരുന്നു ഇത് ചെകുത്താനാണെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ ബില്ല് പേ ചെയ്യാൻ പോയി. ഞാൻ ആ ട്രോളി കൊണ്ടുപോയിട്ട് ആ ചങ്ങാൻ നേരത്തെ അയ്യോ ബാലിക്കുന്ന ചങ്ങായി ഒന്നും പറഞ്ഞതില്ല കേട്ടോ. അപ്പം നമുക്ക് ഇനി നേരെ അടുത്ത ഒരു ഷോപ്പിലേക്കും കൂടി പോകാനുണ്ട്. നമ്മൾ ഇവിടുത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളായിരുന്നു. പിന്നെ നേരെ പുറത്തിറങ്ങി ഈ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കണ്ട് കയറിയാൽ പിന്നെ ടൈം പോണതേ അറിഞ്ഞുകൊടുക്കായി. 1 മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്നു. അങ്ങനെ മന്ദൂസിനൊരു ടാറ്റയും പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. നെക്സ്റ്റ് പെട്ടെന്ന് ഓടിപ്പോയതാണ്, കാരണം ക്ലോസ് ചെയ്യാൻ ഏതാണ്ട് സമയമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് വീട്ടിൽ വെച്ച് ആരും സാധനമൊക്കെ വാങ്ങിയിരുന്നു. അതിലെടുത്തിട്ട് അക്കുവിനെ കാണില്ല. അപ്പോൾ ഞാൻ സാധനം കയ്യിൽ പിടിച്ചോടി. ഞാൻ ഏതാണ്ട് ക്ലോസ് ആവാൻ സമയമായിട്ടുണ്ടല്ലോ. ഞാൻ ഈ വണ്ടി എവിടേക്കൊക്കെ കൊണ്ടുപോയി ഒരു കയ്യിൽ വീഡിയോ എടുക്കുന്നുണ്ട്, മറു കയ്യിൽ ട്രോളി വന്നപ്പോൾ ഭയങ്കര ഇടങ്ങറായിരുന്നു കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ചെന്ന് മുട്ടലും മുട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അക്കു എന്നോട് പറഞ്ഞു, നീ അപ്പുറത്തെ സെക്ഷനിൽ പോയിട്ട് കടയിൽ എന്തൊക്കെ ഇല്ലാത്ത നോക്ക് എന്നൊക്കെ പറഞ്ഞു. ക്ലോസ് ആവാൻ സമയം ആയതുകൊണ്ടാട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ ഷോപ്പിൽ പോയിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ എന്തൊക്കെ ഇല്ലയെന്നൊക്കെ എനിക്ക് മനസ്സിലാവും. ഫുഡിൻ്റെ സെക്ഷൻ കണ്ടുണ്ടോ, പിന്നെ അവിടെ നിൽക്കുക. പിന്നെ കുറേ അവിടെ ഇങ്ങനെ തപ്പി നടന്നു. അപ്പോൾ അക്കു വന്നിട്ട് ചോദിച്ചു, ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്, അവിടെ സാധനം എടുക്കാൻ പറഞ്ഞിട്ട് ഇവിടെ നോക്കി നിൽക്കണം പറഞ്ഞിട്ട് ട്രോളിയും പിടിച്ച് മൂപ്പരാളെ പോയിട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ട്രോളി പിടിച്ച് അക്കുവിൻ്റെ പിന്നാലെ നടക്കും. ഇല്ല ഞാൻ പോയപ്പോഴോ ഒടുക്കത്തേക്കോ എൻ്റെ അമ്മ. പിന്നെ അപ്പുറത്തെ ആൾക്കാർ കുറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് ചാടി. അവിടെ ആയപ്പോഴോ സിസ്റ്റം ബ്ലോക്ക്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കിട്ടോ. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ ആക്കി വീട്ടിലേക്ക് പോകാൻ നിൽക്കാട്ടോ. ഒരു കാറിൽ ഡിക്കി നിറയെ സാധനങ്ങളുണ്ട്, കാറ് നിറയെ സാധനം, ഷോപ്പിംഗ് കൂടിയുള്ള സാധനങ്ങളായതുകൊണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഗായ്സ്. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ, സീ യു. വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം കമൻറ്റ് ഇടണേ.